ഹായ് നമസ്കാരം. സുധിനാണ്. ഞാനും ശ്രുതിലും എന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്കും കോഴിക്കോട് ജില്ലയ്ക്കും ബോർഡറായിട്ടുള്ള രാമനാട്ടുകരയാണ് ഉള്ളത്. ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ്. അല്ല ടൂർ വന്നതൊന്നുമല്ല. കാര്യം ഞാൻ ഏകദേശം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സാധാരണ ഭൂമി നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 400-500 അടി ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈറ്റ് അത്രയും സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഡ്രോൺ ഷൂട്ട് വീഡിയോ നമ്മുടെ അടുത്തുണ്ട്. അതുകൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈറ്റിലെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം വന്ന് കാലുകൾ കട്ട് ചെയ്ത് പൈപ്പാണ്, ടാറ്റയുടെ GI പൈപ്പാണ് കാലുകൾ ഇവിടെ കട്ട് ചെയ്തിട്ടിട്ട് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു ദിവസമായിട്ടുള്ള ഇന്നാണ് നമ്മൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയ വരുന്നത് 300 മീറ്ററോളം ഏരിയ ആണ്. നമ്മുടെ കസ്റ്റമർ നാട്ടിലില്ല, പുറത്തുള്ള ആളാണ്. പുള്ളിയുടെ ഒരു ഹെൽപ്പർ ഉണ്ട് ഇവിടെ. പുള്ളി നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. പുള്ളിയാണ് നമ്മളുമായിട്ടുള്ള ഡീലിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം മുന്നേ നമ്മളെ വിളിച്ച് റേറ്റ്സ് കാര്യങ്ങളെല്ലാം എടുത്തു. പെട്ടെന്ന് കസ്റ്റമർ വന്ന് അന്ന് തന്നെ ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ 300 മീറ്ററോളം ഏരിയ വരുന്ന ഒരു ഫെൻസിങ് ആണ്. നമ്മൾ മെറ്റീരിയലെല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടാറ്റ വയറോണിൻ്റെ GI ചെയിൻ ലിങ്ക് ആണ്. 3 ഇഞ്ച് കള്ളികളുള്ള 12 ഗേജ് വയർ തിക്നെസ് ഉള്ള 5 അടി ഹൈറ്റ് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള 3 ലൈൻ പ്ലെയിൻ കമ്പി 12 ഗേജും കെട്ടാനും വലിക്കാനും ഉപയോഗിച്ചിട്ടുള്ള 16 ഗേജും 14 ഗേജുമാണ്. ഇതിങ്ങനെ സ്ഥിരം ഉള്ള എല്ലാ വീഡിയോയിലും ഇതിനെ പറയുന്നത് പലരും ചോദിക്കാറുണ്ട്. എന്നാലും അതിൻ്റെ ഒരു മറുപടി ആയിട്ട് പറയാം. അതായത് നമ്മുടെ വീഡിയോ കാണുന്നത് ഒരിക്കലും സ്ഥിരം പ്രേക്ഷകർ വളരെ കമ്മിയാണ്. നമ്മളെ പുതിയ പ്രേക്ഷകരാണ് നമുക്ക് വീഡിയോയിൽ വരാറ്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയില്ല. കാര്യം നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ വാച്ച് ചെയ്തിട്ട് നമ്മളെല്ലാ സൈറ്റിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ സാധാരണ പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്ഥിരം നമ്മൾ വീഡിയോ കാണാറില്ല. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ അവർ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. കാരണം നമ്മളൊരു എൻക്വയറിക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇന്ന സൈറ്റിൽ ചെയ്ത പോലത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങും. എനിവേ, അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെ വീണ്ടും ചെയിൻ ലിങ്കിൻ്റെ സ്പെസിഫിക്കേഷൻ, കാലിൻ്റെ ഗ്യാപ്പ്, വയർ തിക്നെസ് എല്ലാം പറയാൻ കാരണം പുതിയ പ്രേക്ഷകർ വരുന്ന സമയത്ത് അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലത്തെ ചെയിൻ ലിങ്കും ഒപ്പം നമ്മുടെ പൈപ്പ്, ടാറ്റയുടെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടാറ്റയുടെ പൈപ്പ് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അത്രയും ചെരിഞ്ഞിടക്കുന്ന സ്പേസാണ്. ഇവിടേക്ക് കോൺക്രീറ്റിൻ്റെ കാലം മേലേക്ക് എത്തിക്കാൻ കുറച്ച് പ്രയാസകരമായിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ GI പൈപ്പാണ് നല്ലത് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ്റെ പ്രകാരമാണ് നമ്മൾ ഇവിടെ GI പൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാറ്റയുടെ 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് ഉപയോഗിച്ചത്. 1.6 mm വാൾ തിക്നെസ് ഉള്ള 20, അതെ, എല്ലാ ക്ലയൻറ്റ്സ് വിളിക്കുമ്പോഴും പറയുന്നതാണ്. നമ്മൾ ഈ പൈപ്പ് എന്ന് പറയുന്നത് 20 അടി, അതായത് 6 മീറ്ററാണ് ലെങ്ത്ത് വരിക. ഇത് നമ്മൾ 7 അടിയിൽ കട്ട് ചെയ്ത് മുകൾ ഭാഗത്ത് ഡമ്മി വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത ഭാഗത്ത് മാത്രം പെയിൻറ്റ് ചെയ്ത് കോൺക്രീറ്റിനകത്തോട്ട് പോകുന്ന ഭാഗത്ത് TMTയുടെ ഒരു ബാർ വെച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മളിത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ കോർണേഴ്സിൽ വരുന്ന കാലുകൾക്ക് സപ്പോർട്ടിനുള്ള കമ്പികളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനത്തെ സ്പേസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇവിടേക്ക് എത്തിക്കുക, അതായത് അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈറ്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഭാഗത്ത് ഇട്ടെടുത്ത് കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കൊടുത്ത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നത്. ഒപ്പം ഈ ഒരു സൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന് സംസാരിച്ച് ഇലക്ട്രിസിറ്റി വേണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇലക്ട്രിസിറ്റി എടുത്തു. അങ്ങനെയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം അതിന് വേണ്ടിയിട്ട് തന്നെ ഡിലേ വന്നിട്ടുണ്ട്. എനിവേ, ഇന്ന് ഞങ്ങൾ ഈ വർക്ക് തീർത്ത് പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 300 മീറ്റർ ഏരിയ വരുന്ന നമ്മളുടെ മലപ്പുറത്തിനും കോഴിക്കോടിനും ഇടയ്ക്കുള്ള രാമനാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സൈറ്റ് വരുന്നത്. നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടിയും കയറാനുണ്ട്. നമ്മൾ അളക്കാൻ വന്ന സമയത്തൊക്കെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കാണാൻ ഭംഗിയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. എനിവേ, ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് സൈറ്റോ വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല എൻക്വയറീസും വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുള്ള ട്രിവാൻഡ്രത്ത് നമ്മുടെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, ഞാൻ ചെയിൻ ലിങ്ക് എടുക്കുന്നുണ്ട്, നിങ്ങളല്ല ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ആ ചെയിൻ ലിങ്കിനെ കുറിച്ച് വീഡിയോ കോളിൽ നോക്കിയിട്ട് നിങ്ങൾ കൺഫർമേഷൻ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ടാറ്റയുടെ ആണെന്നുള്ളത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അത് പർച്ചേസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് പുള്ളി ഇൻസ്റ്റലേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 350 മീറ്ററിനടുത്ത് ഉണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കാറുണ്ട്. പുതുതായിട്ട് വർക്ക് വേണ്ട കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കാറുണ്ട്. വെറുതെ ജസ്റ്റ് എൻക്വയറി നടത്താനുള്ള കസ്റ്റമേഴ്സും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു വിരോധമല്ല. നമുക്കറിയുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഒന്നാമത് നമ്മളുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലും, രണ്ടാമത് എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ അതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറുള്ളൂ. കാര്യം നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുന്നൊരു കാര്യം ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് മാറുന്നത്, കണ്ടൻ്റ് ആയിട്ട് മാറുന്നുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും ഉൾക്കൊള്ളിക്കാറുണ്ട്, എല്ലാ വീഡിയോയിലും സ്പെസിഫിക്കേഷൻസ് പറയാറുണ്ട്. ചെയിൻ ലിങ്കിൻ്റെ പല വിധത്തിലുള്ള ചെയിൻ ലിങ്കും 3D മെഷിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് മറക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതിനോടൊപ്പം നമ്മളുടെ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും കൂടെ നമ്മൾ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്, അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഫോർവേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ സൈറ്റും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.